ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഡിഷാണ്. വേണം, മല്ലിയില വേണം, ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് വേണം, ഇഞ്ചി വെളുത്തുള്ളി മുളക്. ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂണ് വഴറ്റാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ടിട്ട്, സവാളാണ് ആദ്യം ഇടണത്. 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് അതൊന്ന് ഇട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒന്ന് വഴറ്റാനുള്ള ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. അതിലേക്ക് വേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. അത് നന്നായി വഴറ്റി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, ചിക്കൻ്റെ മസാലപ്പൊടിയാണ് ഇടുന്നത്. ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് അത് 1 സ്പൂണ്, രണ്ടും ഓരോ സ്പൂണ് ഇട്ട് നന്നായി മിക്സ് ആയതിന് ശേഷം മല്ലിയില ഇടുക. കഴുകി ചിക്കനിൽ മസാല തേച്ച് പൊരിച്ച് വെച്ച ചിക്കനാണത്. അത് ചെറിയ പീസാക്കിയിട്ട് അതിട്ട് ഉരുളൻകിഴങ്ങ് നന്നായി പൊടിച്ചത്, നല്ല മിക്സായി പൊടിച്ചത് അതിൽക്കിട്ട് നന്നായി മിക്സാക്കുക. മിക്സായിട്ട് ചിക്കനിട്ട് മിക്സായതിന് ശേഷം മസാലയും ഉരുളൻകിഴങ്ങും മിക്സാക്കി അതിൽ സെറ്റാക്കുക. സെറ്റായതിന് ശേഷം പാത്രത്തിൽ കൊട്ടി പിന്നെ ബ്രെഡ് പൊടിക്കണം. ബ്രെഡിൻ്റെ പൊടി എടുക്കാൻ മിക്സിയിലെ ജാറിൽ പകുതി ബ്രെഡ് എടുത്ത് അത് മിക്സാക്കി പൊടിച്ച് ആ പകുതി ബ്രെഡിൽ മിക്സാക്കാൻ മൈദപ്പൊടി, അരിപ്പൊടിയും നുള്ളു ഉപ്പും ഇട്ടിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് മിക്സാക്കി കൊടുക്കുക. മിക്സായി കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കിയിട്ട് നമ്മൾ അരിമാവ് ദോശക്ക് മാവ് ഉണ്ടാക്കുന്ന മാതിരി മാവാക്കിയിട്ട് അത് പാകത്തിനാക്കുക. വെള്ളം മിക്സാക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അത് കട്ടകൾ കളഞ്ഞ് നന്നായിട്ട് അതും ജോയിൻ്റ് ആക്കുക. ഉപ്പിടാൻ മറക്കണ്ട, ലേശം ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് മിക്സാക്കിയിട്ട് അതിൽ നിന്ന് മിക്സാക്കി ഓരോ ബ്രെഡിൻ്റെ മേലെയും ഈ മസാല വെച്ച് പിടിപ്പിക്കുക. നല്ല അമർത്തി വെച്ച് പിടിക്കുക. മസാലയ്ക്ക് ഓരോ ബ്രെഡിൻ്റെ മേലെ അത് നന്നായിട്ട് മിക്സാക്കി തേച്ച് പിടിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഞാൻ 3 ബ്രെഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആ 3 ബ്രെഡിൻ്റെ മേലെ നമ്മൾ ചെയ്ത് വെച്ച മസാല അതിലേക്ക് നല്ല ഒട്ടിച്ച് കൊടുക്കുക. ഒരു ഭാഗത്ത് നന്നായിട്ട് മിക്സാക്കി അതിൽ വെക്കുക. നന്നായിട്ട് ഒരു കത്തി എടുത്തിട്ട് അത് 3 പീസാക്കി കട്ട് ചെയ്യുക. 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വെവ്വേറെ ആക്കി 3 പീസാക്കി കട്ട് ചെയ്യുക. ഇങ്ങനെ 3 പീസും അങ്ങനെ 3 പീസും കട്ട് ചെയ്യുക. അതേമാതിരി തന്നെ ഫുള്ള് കട്ട് ചെയ്തിട്ട് മാവിൽ ഇങ്ങനെ നമ്മൾ കലക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കുക. എല്ലാതും അങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് മുക്കി വെച്ചതിൽ നിന്നാണിങ്ങനെ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് മിക്സാക്കി ഇടുക.
നന്നായി മുരിയണ വരെ ഒരു ഭാഗം നന്നായി മുരിയുന്ന വരെ അങ്ങനെ സിമ്മിലിട്ടിട്ട് മുരിയിച്ചെടുക്കുക. എന്നിട്ട് ബ്രെഡാണ്, അതിന് കൂടുതൽ നേരം ഇടേണ്ട ആവശ്യമില്ല, തിരിച്ചിടുക. നന്നായി മുരിഞ്ഞ് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. കോരി മാറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.